കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ചിക്കൻ 65 ഗ്രേവി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചതാണ്. അതിലേക്ക് ഒരു 400 ml തൈര് ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് തൈര് തന്നെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി ഒരു 3 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് നമുക്കിതൊന്ന് അരമണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ശേഷം നമ്മളിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിൽ 2 മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ തൈര് മാത്രമാണ് ചേർത്തത്. അതിൽ തന്നെ അതൊന്ന് വെന്ത് വരും. വീണ്ടും അടച്ച് വെച്ച് ചിക്കൻ വേവിക്കുന്നത് വരെ നമുക്ക് വെക്കാം. ആ സമയം വേറൊരു പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് വരിക. ഒരു 4 മുതൽ 6 വരെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കനത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ അരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ച തക്കാളിയും ടൊമാറ്റോ സോസും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂണും കൂടെ ടൊമാറ്റോ സോസ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. കുറച്ചൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു 3 വറ്റൽ മുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ തക്കാളിയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്നെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ചാറൊക്കെ കുറുകി നല്ല കട്ടിയായിട്ട് വരും. ഈ സമയത്ത് നല്ല തിള വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഭട്ടൂരയുടെ കൂടെയും ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെയും നമുക്കിത് ഉണ്ടാക്കാം. ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം.
പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.